ഇബ്നു സീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി. വൈദ്യശാസ്ത്രം, യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ്. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാളിങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ? അസൂയക്കും ചികിത്സയില്ല, കഷണ്ടിക്കും ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അസൂയക്ക് ചികിത്സയുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ മശായിഖന്മാര് തർബിയത്ത് ചെയ്തുകൊണ്ട് അസൂയയെ ചികിത്സിക്കുന്നുണ്ട്. എന്നാ കഷണ്ടിക്കും മരുന്നുണ്ട്. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ 6 വയസ്സായ ഒരു പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു. പൈസക്കാരാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം മംഗലാപുരത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു. ഒരു ഫലവുമില്ല. അവസാനം യുനാനി ഡോക്ടർ അടുത്ത് വന്നു. അദ്ദേഹം തന്റെ ചികിത്സ നടത്തി, ഒരു പരീക്ഷണം നടത്തി. 6 മാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു. ആ കുടുംബം നല്ല റാഹത്തായി, സന്തോഷമായി. ഡോക്ടർക്ക് തന്നെ ഒരു സംശയം, ഞാൻ ചികിത്സിട്ടനാണോ എന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ, പ്രായമെത്തിയവർക്ക് പറ്റില്ല എന്ന്. ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. എന്റെ തലന്റെ പഴയ ഫോട്ടോ ആണിത്, പുതിയ ഫോട്ടോ ആണിത്. ഞാനിപ്പോ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും, തലയിൽ അങ്ങനെ മുടി വന്നതെന്ന്. മുടി കുഴിച്ചിടുന്നൊരു പരിപാടി ഉണ്ട്, പുതിയ സിസ്റ്റം. അങ്ങനെയല്ല. ഈ ഡോക്ടർ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതി പരീക്ഷിച്ചു. കഷണ്ടിക്കാരന് 15 ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ച് വന്നു, രോമം മുളച്ചു തുടങ്ങി. 2 പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഉണ്ട്, നോക്കിയാൽ അറിയാം. അങ്ങനെ അത്ഭുതകരമായ ചികിത്സകൾ അക്കാലഘട്ടത്തിലെ വൈദ്യന്മാര് പഠിപ്പിച്ചു. ഒരു വലിയ പൈസക്കാരന്റെ മകന് ഭയങ്കര പൊണ്ണത്തടിയാ. ആലപ്പുഴക്കാരനൊരാളുണ്ടായിരുന്നു മുമ്പ്, ഭയങ്കര പൊണ്ണത്തടിയുള്ള, ബോംബെയില്. അപ്പൊ ഈ വലിയ പൊണ്ണത്തടിയുള്ള ആളെ ചികിത്സിക്കാൻ വേണ്ടി ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അവര് വന്ന് നോക്കി, നരമ്പൊക്കെ പിടിച്ചു നോക്കി, കണ്ണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് 2 ആഴ്ച കൊണ്ട് മരിക്കും, ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ മൂപ്പര് വന്നു. ഒന്നുകൂടെ പിടിച്ചു നോക്കി, തടി കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും മരിക്കല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ മൂപ്പര് ഭക്ഷണവും കഴിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ കുറഞ്ഞു തടി ഞാൻ കുറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇത് പെട്ടെന്നൊന്നും മരിക്കൂല, അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. മരിക്കും എന്ന് പറഞ്ഞപ്പോ ആ മാനസികാവസ്ഥയെ ചേഞ്ച് വരുത്തി തടി മെലിഞ്ഞു. അങ്ങനെ തോലൊക്കെ മൂപ്പര് തുന്നി റെഡിയാക്കിയിട്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരനാക്കി മാറ്റി. ഇബ്നു സീനായുടെ കാലത്ത് ഇതുപോലെ തന്നെ വലിയൊരു കാരണവര് കുഴഞ്ഞുപോയി. പാരലൈസിസ് ബാധിച്ചു കിടന്നു. ഇബ്നു സീന ചെന്നിട്ട്, വലിയ പ്രതാപിയായ ആളാ, അയാളുടെ മുഖത്തിനാരും നോക്കൂല, ചെന്നിട്ട് നല്ല ചീത്ത പറഞ്ഞ്, തൊള്ളെ കിട്ടുന്ന എല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ്. അപ്പൊ അയാൾ അങ്ങോട്ട് എഴുന്നേറ്റ് വിട്ടു. കാരണം സഹിക്കാൻ കഴിയുന്നില്ല. കാത് കേൾക്കുന്നുണ്ട്, ബുദ്ധിയുണ്ട്, പൊങ്ങാൻ കഴിയാത്ത കുഴഞ്ഞു പോയതാ. അപ്പൊ ആ ചീത്ത പറഞ്ഞപ്പോഴുള്ള വികാരം കൊണ്ട് ഹൃദയം അങ്ങോട്ട് വർക്ക് ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, അയാൾ എഴുന്നേറ്റു. ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകളാണ്. അങ്ങനെയുള്ള ചികിത്സകൾ മരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് വയറ് നിറച്ചിട്ടല്ല.
പലതരത്തിലുള്ള തർത്തീബുകളിലൂടെയാണ് ഈ ചികിത്സകളെല്ലാം നടത്തുന്നത്. ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു സബ്ജക്റ്റായി പോകും, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. മുസ്ലിം ആരാധനാലയങ്ങൾക്ക്, മസ്ജിദുകൾക്ക് മലയാളികൾ പള്ളി എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ മസ്ജിദുകളിലെല്ലാം ദർസുണ്ടാകും. അപ്പൊ മസ്ജിദുകൾ കേവലം ഇബാദത്തുകൾ ചെയ്യുന്ന, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കേന്ദ്രം അല്ല, മറിച്ച് മസ്ജിദുകളെല്ലാം പാഠശാലകളാണ്, ദർസുകളാണ്. അതുകൊണ്ടാണ് കേരളീയര് മസ്ജിദുകൾക്ക് പള്ളി എന്ന് പറയുന്നത്. അപ്പൊ യത്ലു അലൈഹിം ആയാത്തിഹി എന്ന് പറഞ്ഞാൽ ഓതാൻ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എങ്ങനെയാണ് ഓതുക? അത് പുസ്തകം കയ്യിൽ കിട്ടിയാൽ വായിക്കാൻ കഴിയുകയില്ല. ഖുർആൻ ഗുരുവിൽ നിന്ന് തന്നെ കേട്ടുപഠിച്ചാൽ മാത്രമേ അത് പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാലുള്ള സൂറത്ത് അൽ ബഖറ, അതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ബിസ്മി കഴിഞ്ഞാൽ ഏതാണ്? അലിഫ് ലാം മീം. സൂറത്തുൽ ഫീല്, അതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫ് ലാം മീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അൽ ബഖറയുടെ തുടക്കത്തിൽ അങ്ങനെയാണ് വായിക്കുക. സൂറത്തുൽ ഫീലിന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്നാണ് എഴുതിയതെങ്കിലും വായിക്കുക അലം എന്നാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവിടെയും ഇവിടെയും ഒരേ അക്ഷരങ്ങളാണ്. പാരായണം ചെയ്യുന്നത് രണ്ട് രീതിയിൽ ആണ്. അപ്പൊ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കണം. ഖുർആൻ ഇറങ്ങിയത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഇഖ്റ ആണ് ആദ്യം ഇറങ്ങുന്നത്. സൂറത്ത് അലഖ്, ഇഖ്റ. ആ സൂറത്ത് ഇഖ്റയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക, വായിക്കുക എന്ന സന്ദേശം പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം എപ്പോഴും വിജ്ഞാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ പടച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ പടച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. അവന്റെ നാമത്തിലാണ്, ബിസ്മി ചൊല്ലിയിട്ടാണ് വായിക്കേണ്ടത് എന്നവിടെ പഠിപ്പിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഉടനെ തന്നെ പഠിപ്പിക്കുന്നത് ശാസ്ത്രമാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. അലഖ് എന്ന് പറഞ്ഞാല് അട്ട. അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പതിഞ്ഞു നിൽക്കുന്ന പിണ്ഡം, രക്തപിണ്ഡം. എംബ്രിയോളജി എന്ന് പറയുന്ന സയൻസ് പഠിക്കാനാണ് ഖുർആൻ തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഗർഭാശയത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. രണ്ടാമത് പഠിപ്പിക്കുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹു. പേന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് സ്വിച്ച് ഇട്ടാൽ പുറത്തു വരുന്ന ഒരു സാധനം എന്നിട്ട് എഴുതും. അതിനെ പറ്റിയാ നമ്മൾ പേന എന്ന് പറയുക. ബോൾ പേൻ, ബോൾ കൊണ്ട് എഴുതുന്നത്. അതിനു മുമ്പുണ്ടായിരുന്നത് ഫൗണ്ടൻ പേനയാണ്, മഷി നിറച്ചിട്ട് എഴുതുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതുണ്ട്.
എന്നാൽ അതിനു മുമ്പുള്ള ആളുകൾ ഖലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മഷി നിറച്ചു